ഇത്രയും വലിയ ആളുകളുടെ മുന്നിൽ ഒരു വലിയ പ്രോഗ്രാമുകൾ കോഴിക്കോട് നടക്കുമ്പോൾ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൈവറ്റ് കമ്പനി ജീവനക്കാരനായിരിക്കുമ്പോൾ സുജിത് ഖാൻ സാറിന്റെ കയ്യും പിടിച്ച് ഞാൻ ഇറങ്ങി നടന്നു തുടങ്ങുന്ന സമയത്ത് ഞാൻ കോഴിക്കോട്ടേക്ക് വന്നത് 36,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശില്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു വട്ടിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് ലീഫ് കൊടുത്ത് ടിക്കറ്റ് ബസ് കാശ് വാങ്ങിക്കാനാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് വൈറ്റ് ഡയമണ്ട് ആയി 1000 ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയാണ്. എന്റെ ജീവിതത്തിൽ മാജിക്കൽ ചെയ്യുന്നതൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൈകളിലുണ്ട്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ പ്രോഗ്രാമുകളും ലീഡേഴ്സ് പറയും ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോയിന്റ് എന്താണെന്നറിയോ, ഇതൊക്കെ ലീഡേഴ്സ് മോട്ടിവേഷന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഒന്നും വിജയിക്കില്ല, കാരണം എല്ലാവരും ഒന്നും എല്ലാ ബിസിനസ്സിലും വിജയിക്കില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ഞാൻ അതുപോലെ തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ബിസിനസ്സിൽ ഒരു ലീഡർ സ്റ്റേജിൽ കയറി പറയുന്നുണ്ട്, ഈ ബിസിനസ്സിൽ നിങ്ങൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഈ ബിസിനസ്സിൽ ഈ ഇരിക്കുന്ന 1000 പേർ വിചാരിച്ച 1000 ഡയമണ്ടുകളായിട്ട് മാറാൻ പറ്റും. കാരണം സാധാരണക്കാരുടെ ബിസിനസ്സാണ് ഈ ബിസിനസ്. ഒരു സ്കിൽ ബേസ്ഡ് ബിസിനസ് അല്ല, ഇതൊരു പ്രോസസ് ബേസ്ഡ് ബിസിനസ്സാണ്. ഇതൊരു പ്രോസസ് ബേസ്ഡ് ബിസിനസ്. പ്ലാൻ കൊടുക്കലും ഫോളോ അപ്പ് ചെയ്യലും സെയിൽസ് കാശ് വാങ്ങി ഐഡിയ അടിക്കലും നല്ല ബിസിനസ്. ഈ ബിസിനസ് പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, ഈ കൂട്ടത്തിൽ അവസാനത്തെ വരിയിലിരിക്കുന്ന അവസാനത്തെ ആൾ വിചാരിച്ചാലും നാളെ ഒരു ഹീറോ ആയിട്ട് സ്റ്റേജിൽ വരാൻ പറ്റും. ആ പ്രോസസ്സാണ് 8 ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിസ്റ്റിൽ നിന്ന് തുടങ്ങി, ഹലോ, ലിസ്റ്റിൽ നിന്ന് തുടങ്ങി അതിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മളെല്ലാവരും ജേണി പോലെ ഇതിനെ കണ്ടാൽ മതി. 150 പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതി ലീഡറുടെ കയ്യിൽ കൊണ്ടേ കൊടുത്തു. അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത ആളുകളോട് ബിസിനസ് സംസാരിക്കുന്നതിന് മുമ്പ് അവന്റെ മനസ്സ് തയ്യാറാക്കാൻ, അവന്റെ ഉള്ളിൽ ഈ ബിസിനസിന്റെ ആവശ്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പ്രോസ്പെക്ടിംഗ് ചെയ്തു. അടുത്ത പണി എന്താ, ഇവനെ ഇൻവൈറ്റ് ചെയ്ത് ബിസിനസ് കേൾപ്പിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങളുടെ സ്കിൽ ബേസ്ഡ് ആണ്. നിങ്ങൾ വന്ന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 90% ആളുകൾ പരാജയപ്പെടുന്നത് ഈ പണിയില്ല. ലിസ്റ്റ് എഴുതാൻ ഓക്കെയാണ്, സെലക്ട് ചെയ്യാൻ ലീഡർ പണി ഓക്കെയാണ്, പക്ഷേ അവരെ വിളിക്കാൻ ഓക്കെ അല്ല. എനിക്ക് ഇന്ന് വരെ അറിയില്ല, നമ്മുടെ ലിസ്റ്റ് പേരെഴുതിയ ആള് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്നത്, സാറേ നിങ്ങൾ എന്റെ വീട്ടിൽ ഇന്നലെ ഒരു പേര് ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ, എന്തോ എന്നോട് പറയാണ്ടല്ലോ, പറയൂ എന്ന് പറഞ്ഞതായിട്ട് ഒരു അറിവ് എനിക്കില്ല. മറിച്ച് ആ വ്യക്തിയെ വിളിച്ച് ബിസിനസ് കേൾപ്പിച്ചെങ്കിൽ മാത്രമേ പണം കിട്ടൂ. പണം വേണോ? വേണ്ട. പണം വേണോ? എത്ര രൂപ വേണം? 5000, 10000, 50000, 1 ലക്ഷം, 5 ലക്ഷം, 50 ലക്ഷം, 1 കോടി. 1 കോടിയുടെ അടുത്ത് കൈവക്കി 2 കോടി, 3 കോടി, 4 കോടി, 5 കോടി, 50 കോടി, 500 കോടി. കൈവക്കൊക്കെ കിട്ടട്ടെ, എല്ലാത്തോടും കിട്ടാതെ കൈവക്കിട്ടില്ലേ? കാരണം ദൈവം നോക്കണ്ടേ, ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 12 വർഷം കൊണ്ട് എന്നോട് ട്രെയിനിൽ ലീഡർ പറഞ്ഞു, എന്ത് വേണമെങ്കിലും കൈമുക്കി വെക്കണം. കാരണം ഈ പ്രകൃതി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ സയൻസ് ഒന്നും എനിക്ക് അറിയില്ല. അന്ന് മുതൽ ഞാൻ കൈമുക്കാൻ തുടങ്ങി. കൈമുക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യ. അപ്പൊ വേണ്ടവരൊക്കെ കൈമുക്കിയിട്ടുണ്ടോ? അതോ പാപിക്ക് പശ്ചാത്തലപ്പിക്കാൻ ഒരവസരം കൂടി വേണോ? കൊടുക്കരുത്. നല്ല സ്വീകരിക്കുന്നുണ്ട്. പാപിക്ക് പശ്ചാത്തലപ്പിക്കാൻ ഒരവസരം കൂടി തരാം. കോടീശ്വരാണോ? കോടീശ്വരനാണെന്ന് കൈവക്കി കാണട്ടെ. എന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പേരിൽ എനിക്ക് മനസ്സിലായി. അപ്പൊ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. സോ അവരെ ഇൻവൈറ്റ് ചെയ്ത് കേൾപ്പിക്കണം. അപ്പൊ ഇൻവിറ്റേഷൻ ടീം എന്താണ് ചെയ്യേണ്ടത്? പോയിന്റ് നമ്പർ 1 ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ സെലക്ട് ചെയ്ത ലിസ്റ്റിൽ നിന്നായിരിക്കണം ഇൻവൈറ്റ് ചെയ്യേണ്ടത്. പോയിന്റ് നമ്പർ 2, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീരിയസ് ആയിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം. പല ആളുകളും ബിസിനസ് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പേടിയാ, ഒരു പറയല, ഇവൻ വരുമോ
ഇവൻ വരില്ലേ, ഇവൻ നോ പറയോ, ഇവൻ എസ് പറയോ? നോ, ആ ചിന്ത ഉണ്ടാവാൻ പാടില്ല. ബി സീരിയസ് ആൻഡ് ബി കോൺഫിഡന്റ്. സീരിയസ് ആയി കോൺഫിഡന്റ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ട്രെയിലർ. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ ട്രെയിലർ പോലെയാ. സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനാ സിനിമയുടെ ട്രെയിലർ? ആളുകൾ തിയേറ്ററിലേക്ക് എത്തിക്കാനാണ്. ആ ട്രെയിലർ കാണിച്ച് എന്ത് ചെയ്യാ? ഇൻവൈറ്റ് ചെയ്യാ. ഞങ്ങളെ പടം KGF സൂപ്പർ നിങ്ങൾ നിൽക്കും അല്ലേ? അത് കണ്ടിട്ടാണ് ആളുകൾ കയറുന്നത്. അങ്ങനെ നോക്കുമ്പോ ഈ ബിസിനസിന്റെ ട്രെയിലറാണ് ഇൻവിറ്റേഷൻ. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കണം നമ്മുടെ പോസ്റ്റർ? നമ്മുടെ സീരിയസ് ആയിരിക്കണം, നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഇതിനുമുമ്പ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും, വീട്ടിൽ കൂടുതൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ ഇല്ലയോ? വേണമെങ്കിൽ വന്നാൽ മതി എന്നാണോ പറഞ്ഞേ? വരുമോ എന്നാണോ ചോദിച്ചേ? അല്ല, എന്താ പറഞ്ഞേ? എന്റെ മകൾ തുതിയുടെ കല്യാണമാണ് ജനുവരി 15-ാം തീയതി ഇന്ന ഹാളിൽ വെച്ചിട്ടാണ്. എന്തായാലും നിങ്ങൾ എനിക്കും സംശയം, ജനുവരി 15-ാം തീയതി കല്യാണം നടക്കൂ ഇല്ലയോ? അങ്ങനെയാണോ വിളിക്കുന്നത്? അപ്പോ എന്തായിരിക്കണം? സീരിയസ് ആയിരിക്കണം, കോൺഫിഡന്റ് ആയിരിക്കണം. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇവൻ ഇവിടെ വന്ന് പ്ലാൻ കൊടുത്ത് ഇവനെ പെടുത്തി ഞാൻ എന്റെ സാറ്റിസ്ഫൈ ആവണമെന്നല്ല, മറിച്ച് ഞാനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇന്ന് നമ്മുടെ നാട്ടിലെ 90% ആളുകളും കടത്തിലും പരാതികളും പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്. കോവിഡിന് ശേഷം 70% ആളുകൾക്കും സേവിങ്സ് ഇല്ല എന്നാണ് പറയുന്നത്. 70% ഓഫ് പീപ്പിളിനും സേവിങ്സ് ഇല്ല. That means you are in dangerous position. കുട്ടികളെ പഠിപ്പിക്കണം, കാശ് ഉണ്ടാക്കണം, വീട് വെക്കണം, മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ഹലോ, കടങ്ങളൊക്കെ വീട്ടണം. ഈ പ്രശ്നമൊന്നും നമുക്ക് മാത്രമല്ലെന്നേ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവർക്ക് അതിന് നിലവിലെ വരുമാനത്തെ കൊണ്ട് നേടാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവനില്ലെങ്കിലും നമുക്കുണ്ട്, ഉണ്ടാവണം. അപ്പൊ നമ്മളൊരാളെ പ്ലാൻ കേൾക്കാൻ വിളിക്കുമ്പോ അവന്റെ കയ്യിൽ നിന്ന് ബെക്ക് ചെയ്യാനല്ല, സാർ 36,000 രൂപ തരൂ, എന്നെ സ്റ്റാർട്ട് പൂർത്തിയാക്കൂ, ബെക്ക് ചെയ്യാനല്ല, മറിച്ച് ഞാനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനാണ് വിളിക്കുന്നത്. ഐ എം ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. എന്തിനാ? ജീവിതം മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി. സുജിത് എന്നുള്ള വ്യക്തി 12 വർഷം മുമ്പ് അങ്ങനെ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുവോ? ഹലോ, ഇല്ല. അച്ഛൻ രമേശ് ഇവിടെ വന്ന് നിൽക്കുവോ? അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുവോ? So he is giving us an opportunity to change our life. Hello? In that way, നിങ്ങൾ ഒരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഉറപ്പിക്കേണ്ട കാര്യം അവനെ കൊണ്ടുവന്ന് പെടുത്തി എനിക്ക് 1000 രൂപ കിട്ടാനല്ല, അവന്റെ ജീവിതം മാറ്റി അവനെ സമ്പൽ സമൃദ്ധിക്ക് കൊണ്ടുപോകാനുള്ള ഒരവസരം കൊടുക്കാനാണ് ഞാൻ വിളിക്കുന്നത്. Be confident, be serious. ഈ കാര്യങ്ങൾ റെഡിയാണോ? മെന്റലി നമുക്ക് വിളിക്കാൻ തുടങ്ങാം. ഹലോ, റെഡിയാണോ? സാക്കുട്ടിയാവാനാണോ വിളിക്കുന്നത്? അവനെ കോടീശ്വരനാക്കാനാണോ വിളിക്കുന്നത്? സാക്കുട്ടിയാവാനാണോ വിളിക്കുന്നത്? കോടീശ്വരനാക്കാനാണോ വിളിക്കുന്നത്? ഇനി ആരെയാണ് വിളിക്കേണ്ടത്? That is first question. Invite hot only. ആദ്യം വിളിക്കേണ്ടത് ഹോട്ട് കോൺടാക്ട്സ്. ലിസ്റ്റ് എഴുതി 150 പേരെ. റിമാർക്ക് കോളത്തിൽ നമ്മൾ തരംതിരിച്ചു. ഹോട്ട് മീൻസ് വാട്ട്? ക്ലോസ് സർക്കിൾ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ. ഹലോ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, അവന്റെ വീട്ടിൽ പോയ അടുക്കള വരെ പോവാ. എല്ലാ വീട്ടിലും നമുക്ക് അടുക്കള കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ എന്റെ പെങ്ങളെ വീട്ടിൽ എനിക്ക് അടുക്കള കയറി പോവാം. എന്റെ അമ്മാവിന്റെ വീട്ടിൽ എനിക്ക് അടുക്കള കയറി പോവാം. എന്റെ ബ്രദറിന്റെ വീട്ടിൽ എനിക്ക് അടുക്കള കയറി പോവാം. ഞാൻ പറയുന്ന പോലെ മനസ്സിലാണല്ലോ. അങ്ങനെ അടുക്കള വരെ കയറി പോവാൻ സ്വാതന്ത്ര്യമുള്ള ആളുകളെ അവരുടെ പ്രത്യേകത എന്താ? ഇൻവിറ്റേഷൻ ഇസ് വെരി ഈസി. വരാൻ പറഞ്ഞാൽ മതി. മോളെ പെങ്ങളെ വിളിക്കുമ്പോൾ എന്താ പറയുക? മോളെ എവിടെയാണ്? നീ ഒന്ന് വാ, എനിക്ക് നാളെ നിന്നെ കാണേണ്ട ആവശ്യമുണ്ട്. പെങ്ങൾ എന്താ കാര്യം, എങ്ങനെയാ വരണ്ടേ, ഞാൻ വരണോ, സമയം എന്താ ഒന്നും ചോദിക്കില്ല, അവൾ ഓടി വരും. അപ്പൊ ആദ്യം ആരെ വിളിക്കണം? ഹോട്ട് കോൺടാക്ട്സ് വിളിക്കണം. അത് മാത്രമല്ലേ, നന്നാവുമ്പോ കൂടെ നമ്മുടെ കൂട്ടുകാരൻ നന്നായിക്കോട്ടെ. ഞാൻ എന്റെ പെങ്ങളെ വിളിക്കുന്നത് 1000 രൂപ കിട്ടാനല്ല. ഈ ബിസിനസിന്റെ മാജിക് എനിക്കറിയാം.
എന്താ മാജിക്? ഞാൻ വരുമാനം മേടിച്ച 50% ലെഫ്റ്റിലാണ് കിട്ടും, റൈറ്റിലാണ് 50% കിട്ടും. എനിക്ക് 1 ലക്ഷം കിട്ടിയ എക്ക് 50,000 കിട്ടും, ബിക്ക് 50,000 കിട്ടും. ഞാൻ 1 കോടി മേടിച്ച എക്ക് 50 ലക്ഷം കിട്ടും, ബിക്ക് 50 ലക്ഷം കിട്ടും. ഞാൻ ഈ ബിസിനസ്സിലൂടെ 5,35,00,000 വാങ്ങിയപ്പോ എന്റെ ലെഫ്റ്റിലുള്ള ആൾ 4 കോടി, റൈറ്റിലുള്ള ആൾ 3.5 കോടി മേടിച്ചു. ചെറിയ കാര്യമാണോ? കയ്യടിക്കപ്പാ കോടിയാ. ഞാൻ BMW ഡ്രൈവ് ചെയ്യുമ്പോ ലെഫ്റ്റിലുള്ള ആൾ ബെൻസും, റൈറ്റിലുള്ള ആൾ ബെൻസും ഓടിക്കുന്നു. ചെറിയ കാര്യമാണോ? അപ്പൊ അത് ആര് കിട്ടണം? സ്വന്തക്കാർക്ക്. That means your hot contact. ആദ്യം ഹോട്ട് കോണ്ടാക്ട് വിളിക്കണം. ഒരു 30 പേര് വെച്ചോ. ആ 30 പേരോട് പറഞ്ഞു തീരുമ്പോഴേക്കും വാം കോണ്ടാക്ടിനെ ഹോട്ടാക്കി മാറ്റണം. വാം ആരാ? വീട്ടിൽ പോയാൽ കിച്ചണിൽ പോകാൻ പറ്റില്ല, ഡൈനിങ് ഹാൾ വരയ്ക്ക് പോവാം. അവരെന്താവണം? ആ 15-20 ദിവസം കൊണ്ട് അവരെ വാമാക്കി മാറ്റണം. See, cold contacts, strangers, hot contacts വന്നു, അവരെ നമ്മൾ കേൾപ്പിച്ചു, അവരെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് വാമൻ നമ്മൾ ഹോട്ടാക്കി. എന്നിട്ടാണ് നമ്മൾ അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ വാമ് വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ കോൾഡിനെ വാമിലേക്കും വാമിനെ ഹോട്ടിലേക്കും മാറ്റണം. എന്നാ ഗുണം എന്താണെന്നറിയോ? ഇൻവിറ്റേഷൻ ഇൻവൈറ്റ് ചെയ്ത ആളുകൾ സാർ വരുന്നില്ല സാർ, ആ പ്രശ്നം വരില്ല. കാരണം നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ക്ലോസ് കോണ്ടാക്ടിനെയാണ്. അമ്മാവാ എവിടെയാണ്? വീട്ടിലുണ്ടാവോ? നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്, എനിക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറയും. അമ്മാവൻ പറയും നീ വരണ്ട, കാല് പുത്രന്റെ വീട്ടിലേക്ക്. അങ്ങനെ പറയുന്നവർക്ക് എന്തോ പ്രശ്നമുണ്ട്. ഹലോ പറയൂ, എത്ര പേരുടെ അമ്മാവൻ അങ്ങനെ പറയും? കൈമുക്കില്ല ഉണ്ടാവും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ആരെ വിളിക്കണം എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഹോട്ട്, 2 വാമ്, 3 കോൾഡ്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ്, വിളിക്കുമ്പോ 2 രീതിയിൽ വിളിക്കാൻ പറയുന്നത്. ഒന്നാമത്തെ രീതി ഡയറക്റ്റ് അപ്രോച്ച്. ഡയറക്റ്റ് അപ്രോച്ച് ആണ് എന്താ? നേരിട്ട് കാര്യം പറഞ്ഞു വിളിക്കാം. അല്ലേ? രാജേഷ എവിടെയാണ്? രാജേഷ ഇൻഡസ്ട്രി വാങ്ങുന്നത് കേട്ടിട്ടുണ്ടോ? രാജേഷ എന്ത് പറഞ്ഞു? ഇല്ലടാ. എന്താ അത്? എന്നാ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. അല്ല എന്താ കാര്യം? ഞാൻ വരുമ്പോ പറയാം. ഫോണിൽ പറയണം, നേരിട്ട് പറയാം. ഡയറക്റ്റ്. ഇൻഡസ്ട്രി വാക്കാർ ഭാഗ്യവാന്മാരാ. 145 കോടി ജനങ്ങളിൽ വെറും 12 ലക്ഷം വരെ ഇതുവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നാട്ടുകാർക്ക് ഇപ്പോഴും ഇൻഡസ്ട്രി എന്താന്ന് അറിയില്ല. സോ വി ക്യാൻ കോൾ ഡയറക്ട്ലി. കാര്യം പറയാം. പക്ഷെ ആരെ വിളിക്കാൻ പറ്റുള്ളൂ? ക്ലോസ് കോണ്ടാക്ട് വിളിക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ്, ഇൻഡയറക്റ്റ് അപ്രോച്ച്. ഇവരോട് നമ്മുടെ കാര്യം പറയുന്നില്ല, ഇവരോട് നമ്മുടെ കാര്യം അത്രയും ക്ലോസ് കോണ്ടാക്ട് അല്ല, ഇവരോട് കാര്യം പറയാതെ വിളിക്കണം. ശ്രദ്ധിക്കണേ. ഹലോ, വിളിച്ച ആള് വന്ന് പ്ലാൻ കേട്ടാലേ പോക്കറ്റിൽ കാശ് വരും. അപ്പൊ വിളി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് അർജുൻ സാർ പറഞ്ഞ പ്രോസ്പെക്ടിങ് ചെയ്തിട്ടുണ്ടാവണം. ആ പ്രോസ്പെക്ടിങ് ചെയ്തില്ലെങ്കിൽ ഇത് എഫക്റ്റീവ് ആവില്ല. പ്രോസ്പെക്ടിങ്ങിലൂടെ നിങ്ങൾ എന്ത് കൺവിൻസ് ചെയ്തു? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ആവശ്യമുണ്ടെന്ന് അവരെ കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്ക്, ഈ നിലയ്ക്ക് പോയാൽ 10 വർഷം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഹലോ, ഓൾറെഡി അവരുടെ ഒരു നീഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ നീഡുള്ളവരോടാണ് നമ്മൾ പറയേണ്ടത്. ക്രിയേറ്റ് ചെയ്തവരോട് പറയണം. അവരെന്താ പറയുന്നത്? ഹലോ അല്ലേ, എവിടെയാണ്? മന്ദീപ് ജി ഒന്നും നമുക്ക് സെറ്റാവും. നോർത്ത് ഇന്ത്യ നന്നായിട്ടൊരു ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സൗത്ത് ഇന്ത്യൻ ആക്കി മാറ്റിത്തരാം. ഇതാണ് നന്നായിട്ടുള്ള ക്ലാപ്പ്. ശരി പോട്ടെ, ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് മഞ്ജീത് ചെയ്യാൻ ബഷീർ കേൾക്കാം പറ്റില്ലേ? ബഷീർ എന്താ പറയണ്ടേ? I want to get your opinion on an opportunity that could help us in addition income without affecting your current job. ബഷീർ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ. നിങ്ങൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ ചോദിക്കാം. അപ്പൊ ഓരോന്ന് പറയും ഇല്ലടാ കിട്ടിയിട്ടില്ല. എന്നാ ബഷീർ എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് കാണണം. അപ്പൊ ബഷീർ ചിലപ്പോ പറയുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസ്പെക്ടിങ് കറക്റ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കൂ, പ്രോസ്പെക്ടിങ് കറക്റ്റ് ആണെങ്കിൽ ഇതിൽ കാര്യം തീരും. ഇല്ലെങ്കിൽ ബഷീർ എന്ത് പറയും? ഇല്ലടാ, അതെ ഞാനിപ്പോ അങ്ങനെ പണത്തിനൊന്നും വലിയ കാര്യം കൊടുക്കുന്നില്ല, പണം ഒന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. ഒരു നോ വരാം. അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? വിട്ടു കളയരുത്. ഞാൻ അങ്ങനെ പണത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമ്മൾ എന്ത് പറയണം? അല്ല ബഷീർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു 30 മിനിറ്റ് തന്നെ ഞാനൊരു കാര്യം സംസാരിക്കാനുണ്ട്.
അതിന് ചിലപ്പോൾ ഒരു 30 മിനിറ്റ് കിട്ടാം. കിട്ടിയില്ലെങ്കിൽ വീണ്ടും നോ ആണ് പറയുന്നത് വിചാരിക്കാം. ഇല്ലടാ, ഒന്നും നടക്കില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് പറയണം? അപ്പോഴും വിട്ടു കളയരുത്. നമ്മൾ അവനോട് പറയും, പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇങ്ങനൊരു സംഭവമാട്ടോ. കാരണം ഞാൻ ഈ അവരെ പറഞ്ഞ പ്രശ്നമുണ്ടോ? കോംപ്ലിമെന്റ് കൊടുത്തുകൂടെ? നല്ലതല്ലേ? അവിടെ പറയണം, ഞാൻ ഇത്തിരി കാലം ഒരുപാട് പറഞ്ഞു, പക്ഷെ ഓരൊക്കെന്നോട് ഓക്കെ പറഞ്ഞേ. നിങ്ങൾ ഒരേ ഒരാളോട് പറയാൻ പറ്റില്ല. എന്താണെന്ന് കാണണം. കാരണം എല്ലാം നല്ല കാര്യവിവരം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കൂടെ ഒന്ന് ഇരിക്കണം. ഇതൊന്ന് പറഞ്ഞ് ഞാൻ സംഭവം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നൊക്കെ. ഇതുവരെ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞു. നിങ്ങളായിട്ടൊന്ന് സംസാരിച്ചാൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടും. ഞാൻ വരാം, നമുക്കൊന്ന് സംസാരിക്കാം. സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്നോട് പറയും. ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാനിപ്പോ തന്നെ നിർത്തിക്കളയാം. അപ്പോ എന്തായാലും നാളെ ഞാൻ വരുന്നുണ്ട്, നമുക്കൊന്ന് കാണണം. അപ്പൊ ആളെന്തായി? അമ്പട വിവരം പണ്ഡിതൻ. ഹലോ, ആളുകൾ ഇഷ്ടപ്പെട്ടാൽ ഏറ്റവും നല്ല എപ്പോഴും എന്താ? അവനോട് ഉപദേശം ചോദിച്ചാൽ മതി. നിങ്ങൾ ഉപദേശം ചോദിച്ചു നോക്കി. ഒരാളോട് നല്ല ഇഷ്ടമാവും നിങ്ങളോട്. ഇപ്പൊ ഇവരോട് അവൻ എന്താ ചെയ്തത്? ഉപദേശം ചോദിച്ചു. ഇതാണ് ഇൻഡയറക്റ്റ് അപ്രോച്ച്. ഈ പ്രോസ്പെക്ട് കറക്റ്റ് ആണെങ്കിൽ ഇതിൽ സാറ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകേണ്ടി കൂടി വരില്ല. ഓട്ടോസ് അല്ല, ടാക്സി പിടിച്ചിട്ട് വരും. ക്ലിയർ ആണോ? ഹലോ, ശരി. ഹലോ, 30 കഴിക്കാൻ പോകുന്നു. അവിടെ ആളുണ്ടോ? ഹലോ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? ആളുകൾ എങ്ങനെ വിളിക്കേണ്ടത് മനസ്സിലാവുണ്ടോ? ഇനി ഈ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനെ പറയുന്ന റൂള് 2 day റൂൾ എന്ന് പറയും. ഇൻവിറ്റേഷൻ റൂളാണ് 2 day റൂൾ. നോട്ട് ചെയ്തേക്കണം. 2 day റൂൾ. എന്താ 2 day റൂൾ എന്ന് പറയുന്നത്? 2 day റൂൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രോഗ്രാമിന് ആളുകൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും 2 ദിവസം കൊണ്ട് ഇൻവൈറ്റ് ചെയ്തേക്കണം. ദാറ്റ് ഈസ് കോൾഡ് 2 day റൂൾ. എന്തുകൊണ്ടാ? 2 ദിവസം വരെയുള്ള പ്ലാനുകൾ ഇയാൾ കയ്യിലുണ്ടാവും. ഈ 3 ദിവസം 5 ദിവസം ഒരാഴ്ച കൊണ്ട് ഇൻവൈറ്റ് ചെയ്ത് നടക്കില്ല. പ്ലാൻ എപ്പോഴാണ് മാറുന്നറിയില്ല. പക്ഷെ 2 day 2 ദിവസം കൊണ്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അറിയാം 2 ദിവസത്തെ അയാളുടെ പ്ലാൻ എന്താ എന്നുള്ളത്. സോ എപ്പോഴും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് ഇൻവൈറ്റ് ചെയ്യണം? അടുത്ത പറയുന്ന റിമൈൻഡർ ഫോൺ കോൾ ഓൺ ദ ഡേ ഓഫ് മീറ്റിംഗ്. 2 ദിവസം കൊണ്ട് ഇൻവൈറ്റ് ചെയ്തു. വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് എത്തണം, നമുക്ക് കാണണം. പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 5 മണി 5:30 കറക്റ്റ് സമയം പറയുന്നത്. 5 മണിക്കാണ് മീറ്റിംഗ് എങ്കിൽ ഒരു 4:05 മണിക്ക് കാണാം. കാരണം 5 മണിക്ക് എന്താ പ്രശ്നം? ആളുകളുള്ള ഒരു പ്രീ ജഡ്ജ്മെന്റ് വരും. അപ്പൊ അതുകൊണ്ട് ഒരു 4:05 എന്ന് പറയാം. പക്ഷെ പലരും ചെയ്യുന്ന അടുത്ത മിസ്റ്റേക്ക് 2 ദിവസം കൊണ്ട് ഇൻവൈറ്റ് ചെയ്യും, പക്ഷെ വരുമെന്ന് ഉറപ്പിക്കില്ല. വിളിക്കലല്ല പണി, വിളിച്ചവനെ ഹാളിൽ കൊണ്ട് ഇരുത്തലാണ് പണി. അപ്പൊ എന്ത് വേണം? അന്ന് രാവിലെ ഒന്നും കൂടി വിളിക്കണം. വിളിച്ചെന്തോ ചോദിക്കണം, അല്ല മച്ചാ ഞാനേ 5 ആണോ 5:30 പറഞ്ഞേ. അവൻ കറക്റ്റ് സമയം തിരിച്ചു പറഞ്ഞാൽ അവൻ വരും. അവൻ ആ സമയം ഓർമ്മയില്ലെങ്കിൽ എഴുതി വെച്ചോ, അവൻ വരൂല്ല, അവന്റെ പ്ലാനില്ല. ക്ലിയർ ആണോ? നമ്മൾ വിളിച്ചു ചോദിച്ചു, അവൻ പറഞ്ഞു 5 to 5:30 നീ പറഞ്ഞതാണ് തോന്നുന്നത്. ഓക്കെ ഞാൻ വിട്ടുപോയി, ഞാൻ വിളിക്കാം. അപ്പൊ തന്നെ കട്ട് ചെയ്തേക്കണം. അല്ല, അവൻ പറയാം, അല്ല ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ എപ്പോഴാ? മറ്റത്ര സീരിയസ്നേ ഉള്ളൂ. ഞാൻ വളരെ കാര്യമായിട്ട് അവനെ വിളിച്ചേ. അപ്പൊ നീ ഇത്ര വില എനിക്ക് കൊടുത്തിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ വരും. പവർ ഓഫ് റിജക്ഷൻ. അപ്പൊ അല്ലല്ല, ഞാൻ മറന്നുപോയതാ, തിരക്കില് ഒരു നുണ പറഞ്ഞു. വിശ്വസിച്ചൂടാ. എന്നോട് പറയാം 5:05 നമുക്ക് കാണണം, ആളെ എത്തിക്കണം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? And be to God answer questions during this time. 1 മിനിറ്റിൽ കൂടാൻ പാടില്ല. വിളിച്ചുള്ള കഥ മുഴുവൻ പറയാൻ പാടില്ല. അതത് അങ്ങനെ ഇങ്ങനെ ഞാൻ ആടുത്തേക്ക് പോയി സർബത്ത് ഷമീർ പോരാ. 1 മിനിറ്റ്. എന്റെ ബിഗിനിങ് ഡേയ്സില് ഞങ്ങൾ അതിനു വേണ്ടി അപ്ലൈ ചെയ്തിരുന്ന കോയിൻ ഫോണാണ്. കാരണം എന്താ? കോയിൻ ഇടും, 50 സെക്കൻഡ് ആകുമ്പോൾ ബീപ്. അപ്പൊ അവരത് ചോദിക്കണ്ടാവും, എന്തിനാ, എങ്ങനെയാ, എന്താ? നമ്മൾ കഴിയണം കോയിൻ കഴിഞ്ഞ കോയിൻ ഇടല്ല, ഒന്നുമില്ല, ഒക്കെ നേരിട്ട് പറയാം. 5:05 വാ. ഹലോ, വിത്തിൻ 1 മിനിറ്റ് ഇൻവിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാവണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാര്യം പറയാതെ
കാരണം പറയാതെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ പ്രോസ്പെക്ട് തീർച്ചയായിട്ടും പ്രോഗ്രാമിന് 100% വന്നിരിക്കും.